Good morning. Okay, Manchina, good morning. Good morning. Okay, Jada, good morning. Okay, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും റെഡി ആണോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യില്ലേ? ഓക്കെ മഞ്ജിന, കഴിച്ചു. എല്ലാവരും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് പതുക്കെ തുടങ്ങാം അല്ലേ? ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസിനെ പറ്റിയിട്ടാണ് അല്ലേ? അതെ, അതായത് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്, ഓക്കെ, നിയമവ്യവസ്ഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 11 തൊട്ട് സെക്ഷൻ 11 തൊട്ട് സെക്ഷൻ 20 വരെ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോ സെക്ഷൻ 11 അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥയായിരുന്നു? സെക്ഷൻ 11 എന്ന് പറയാമോ? സെക്ഷൻ 11 എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. സെക്ഷൻ 11 എംപ്ലോയി ഹെൽത്തിന്റെ സെക്ഷൻ 11 അല്ലെ? ഏത് ആക്ട് ആയിരുന്നു? 1948 ഫാക്ടറീസ് ആക്ട് ആയിരുന്നു. ഓക്കെ, പഞ്ചമ കറക്റ്റ് ആണ്. ക്ലീൻലിനെസ് ആയിരുന്നു അല്ലെ? ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം സെക്ഷൻ 11 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഡസ്റ്റ് ആൻഡ് ഫ്യൂംസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് പറയാമോ? ഡസ്റ്റ് ആൻഡ് ഫ്യൂംസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതായിരുന്നു? ഒന്ന് പറഞ്ഞേ. ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? ഏത് സെക്ഷൻ ആണ്? ആർക്കും അറിയില്ല. ഇങ്ങനെ ഒട്ടും റെസ്പോണ്ട് ഇല്ലാതിരിക്കല്ലേ ക്ലാസ്സിൽ? എന്തായാലും നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. കുറേം കൂടെ റെസ്പോൺസീവ് ആയിട്ട് പെരുമാറാൻ നോക്കും കേട്ടോ. ഇത്രയും ഞാൻ പ്രാവശ്യം ചോദിച്ചിട്ട് ഒരാൾക്ക് പോലും ആൻസർ പറയാനില്ലേ? ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇവിടെ ക്ലാസ് ലൈവ് ആവണമെങ്കിൽ നിങ്ങളും കൂടെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇനി വേണം, ആർക്കും പറയാനില്ല, അറിയില്ല ആർക്കും. എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ ഇനി ചോദിക്കുന്നില്ല, ക്ലാസ് കേട്ടോളൂ കേട്ടോ. നമ്മൾ സെക്ഷൻ 18 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഡ്രിങ്കിങ് വാട്ടർ കേട്ടോ. ഇതൊന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഡ്രിങ്കിങ് വാട്ടർ കേട്ടോ, സെക്ഷൻ 18. സെക്ഷൻ 18 പറഞ്ഞത് ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്യൂട്ടബിൾ പോയിന്റ്സ് ഫോർ ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ പോലെ കുടിവെള്ളം അല്ലെ, അതായത് ഏറ്റവും പ്യൂരിറ്റി ആയിട്ടുള്ള, നമുക്ക് കുടിക്കാൻ എല്ലാവിധ എന്താണ് ക്രൈറ്റീരിയാസും ഉള്ള ഒരു ഡ്രിങ്കിങ് വാട്ടർ, അതാണ് ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സ്യൂട്ടബിൾ പോയിന്റ്സ് ഫോർ ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞാല് സ്യൂട്ടബിൾ പോയിന്റ്, ദാറ്റ് മീൻസ് ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഓർ ലൊക്കേഷൻ വേർ ദിസ് ഡ്രിങ്കിങ് വാട്ടർ ഇസ് അവൈലബിൾ. അതായത് ഒരു ഫാക്ടറിയില് ഈ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസുകള്, ഏരിയാസുകള് ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡിഫൈൻ ചെയ്തിരിക്കണം. ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ
അത് ചെറുതും വലുതുമായിട്ടുള്ള ഫാക്ടറികളുണ്ട് അല്ലെ, ഒരുപാട് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ഫാക്ടറിയിൽ എവിടെയാണ് ഈ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഏരിയകൾ ഏതൊക്കെയാണ്, ആ ഡെസിഗ്നേഷൻ ഏതൊക്കെയാണ് എന്നത് അവിടെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം എന്നാണ് സെക്ഷൻ 18 പറയുന്നത് കേട്ടോ. സ്യൂട്ടബിൾ പോയിന്റ്സ് ഫോർ ദ ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ, ദാറ്റ് മീൻസ് designated location or areas where the drinking water is available, that should be അവിടെ എന്ത് ചെയ്തിരിക്കണം, നോട്ടിഫൈ ചെയ്തിരിക്കണം, കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിലാണ് ഡ്രിങ്കിങ് പോയിന്റ്സ് ടു ബി ലെജിബിളി മാർക്ക്ഡ് ആൻഡ് ടു ബി away from urinals, latrine, etc. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡ്രിങ്കിങ് ഏരിയാസ് അല്ലെ, നമ്മൾ ഈ ഒരു കുടിവെള്ളം ലഭ്യമായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് അത് നമ്മൾ ലെജിബിൾ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അതായത് കൃത്യമായിട്ട് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിരിക്കണം, ഇന്ന സ്ഥലത്ത് അല്ലെ അവിടെ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ ലെജിബിൾ ആയിട്ട് അവിടെ മാർക്ക് ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ആൻഡ് ടു ബി അവേ ഫ്രം യൂറിനൽസ്, ലാട്രിൻ, എക്സെട്ര. അത് വന്നിട്ട് യൂറിൻ, ലാട്രിൻ ഇങ്ങനെയുള്ള ഫെസിലിറ്റികളിൽ നിന്നുമൊക്കെ എന്തായിരിക്കണം, ദൂരെയായിട്ടായിരിക്കണം. ഒരിക്കലും അവ തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, അതേ രീതിയിലായിരിക്കണം നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്. ഒരിക്കലും ഡ്രിങ്കിങ് വാട്ടറിന്റെ ആ ഒരു ഫെസിലിറ്റി യൂറിനോ അല്ലെങ്കിൽ യൂറിനൽസോ ലാട്രിൻസോ അങ്ങനെയുള്ള ഏരിയകളുമായിട്ട് ഒരിക്കലും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ എന്താണ് പറഞ്ഞത്, കൂളിംഗ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ where more than 250 workers are employed. 250 അതിൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ എന്ത് ചെയ്തിരിക്കണം, വെള്ളം തണുപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ 18 പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഹോട്ട് ആയിട്ടുള്ള കണ്ടീഷൻസ്, വെതറൊക്കെ വരുന്ന സമയത്ത് അത് ഒരുപാട് ക്ഷീണം അനുഭവപ്പെടും അല്ലെ, എംപ്ലോയീസിന് ക്ഷീണം അനുഭവപ്പെടും. അപ്പൊ ക്ഷീണം അനുഭവപ്പെടുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേണ്ടത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ട്. അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത് 250 അതിൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഫാക്ടറികളില് ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ കൂൾ ചെയ്ത് തണുപ്പിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ 18 പറയുന്നത്. അടുത്തത് നാലാമത്തെ പോയിന്റ് ഇതാണ്, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് may make the rules for securing complaints with the provisions of section 18. അപ്പോ നമ്മൾ ഈ സെക്ഷൻ 18 പറയുന്ന എല്ലാ വ്യവസ്ഥകളും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് റൂളുകള് ആർക്കാണ് മുന്നോട്ട് വെക്കാൻ അധികാരമുള്ളത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, എല്ലാത്തിനും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ഫാക്ടറികളിലും ഈ സെക്ഷൻ 18 പ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ട മാർഗനിർദ്ദേശങ്ങൾ ആർക്ക് മുന്നോട്ട് വെക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് മുന്നോട്ട് വെക്കാവുന്നതാണ്. അത് മാത്രമല്ല, ആൻഡ് ഫോർ ദ എക്സാമിനേഷൻ by the prescribed authorities of the supply and distribution of drinking water in factories. ഇത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെയുള്ള ഫാക്ടറികളില് ആ ഒരു കുടിവെള്ള വിതരണം അല്ലെ, അതിന്റെ ഒരു സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അധികാരികളുടെ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റീസിന്റെ ആ ഒരു വിലയിരുത്തലും ആവശ്യമാണ് അല്ലെ. അതായത് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ അവിടെ പ്രോപ്പർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്താനായിട്ട് അവരുടെ ബന്ധപ്പെട്ട അധികാരികൾ അത് കൃത്യമായിട്ട് വിലയിരുത്തണമെന്നും ഏത് വ്യവസ്ഥയിൽ പറയുമ്പോൾ സെക്ഷൻ 18 എന്നത് പറയുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ സെക്ഷൻ 18 എന്ന് പറയുന്നത് ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എല്ലാ ഫാക്ടറികളിലും ഹോൾസം ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് ഏരിയാസ്, ലൊക്കേഷൻസുകൾ എല്ലാ ഫാക്ടറികളിലും ഉണ്ടായിരിക്കണം. ഇനി അത്തരം ഏരിയകള് അല്ലെങ്കിൽ ലൊക്കേഷൻസുകള് അത് എലിജിബിൾ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അത് യൂറിനൽസ്, ലാട്രിൻ അങ്ങനെയുള്ള ഫെസിലിറ്റികളിൽ നിന്നും എന്തായിരിക്കണം, കുറച്ച് ദൂരെയായിട്ട് വേണം ലൊക്കേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ 280 അതിൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഫാക്ടറികളില് ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ തണുപ്പിച്ചു കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. സെക്ഷൻ 18 പ്രകാരമുള്ള നിയമവ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് മുന്നോട്ട് വെക്കാവുന്നതാണ്. അതിനു പുറമെ ആ ഒരു ഫാക്ടറിയിലുള്ള കുടിവെള്ള വിതരണം അത് കൃത്യമായിട്ട് പരിശോധിക്കാനായിട്ട്
അധികാരികൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് സെക്ഷൻ 18 ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സെക്ഷൻ 18 ഓക്കെ ആണോ നിങ്ങൾക്ക്? സെക്ഷൻ പഠിച്ചു വെക്കണോ കേട്ടോ. സെക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷൻ 19. 19ാമത്തെ സെക്ഷൻ ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ലാട്രിൻ ആൻഡ് യൂറിനൽസുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ്. അതായത് നമ്മളൊരു ഫാക്ടറിയിൽ പ്രൊവൈഡ് ചെയ്യേണ്ട ലാട്രിൻസുകള്, അതുപോലെ യൂറിനൽസ് അല്ലെ, ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടോയ്ലറ്റ് സൗകര്യങ്ങള്, മറ്റു ബാത്റൂം ഫെസിലിറ്റികള്, അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് സെക്ഷൻ 19 എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. According to section 19 of Factories Act 1948, in every factory, ഓരോ ഫാക്ടറിയിലും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യത്തെ പോയിന്റ് ഇതാണ്. Sufficient latrine and urinal accommodations of prescribed types shall be provided conveniently situated and accessible to workers at the times while they are in the factory. Okay. ഒന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? വർക്കേഴ്സ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ, അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിർദ്ദിഷ്ട തരത്തിലുള്ള, അതും പ്രത്യേക ഈ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈപ്പിലുള്ള എന്താണ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് അക്കോമഡേഷൻസ് എല്ലാ ഫാക്ടറികളിലും ലഭ്യമായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? അതായത് എല്ലാ ഫാക്ടറികളിലും ഈ വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളില് ഈ പറയുന്ന പോലെ സഫീഷ്യന്റ് നമ്പർ ഓഫ് ലാട്രിൻസ്, യൂറിനൽസ് ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പ്. എന്തുകൊണ്ടാണ് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പ് എന്ന് എടുത്തു പറയാൻ കാരണം? അതായത് നമുക്കറിയാം, ഇങ്ങനെയുള്ള റൂൾസുകൾ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും എത്ര എണ്ണം ലാട്രിൻസ് വേണം, എത്ര എണ്ണം യൂറിനൽസ് വേണം, ഇനി അതിലെന്തൊക്കെ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യണം. അതാണ് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ ആരാണ് നിർദ്ദേശിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അതിനൊക്കെ പ്രത്യേക ഒരു ഇത് പറയുന്നുണ്ട്. ഇന്ന ടൈപ്പിലുള്ള ലാട്രിൻസ് അല്ലെങ്കിൽ ഇന്ന ടൈപ്പിലുള്ള യൂറിനൽസുകളാണ് അവിടെ കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഒരു ഫാക്ടറിയില് വർക്കേഴ്സ് ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളില്, അവർക്ക് ആക്സസിബിൾ ആകുന്ന പ്ലേസില് എന്തുണ്ടായിരിക്കണം? സഫീഷ്യന്റ് നമ്പർ ഓഫ് ലാട്രിൻസ് ആൻഡ് യൂറിനൽസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈപ്പിലുള്ള യൂറിനൽസും അതുപോലെ തന്നെ ഈ പറയുന്ന ലാട്രിൻ സൗകര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. Separate enclosed accommodation shall be provided for the male and female workers. അതിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ പറയുന്ന അക്കോമഡേഷൻസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതിപ്പോ എല്ലായിടത്തും അങ്ങനെയാണ്. സ്ത്രീകൾക്കും പ്രത്യേകമുണ്ട്, പുരുഷന്മാർക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് തന്നെ എല്ലായിടത്തും ഹോട്ടൽസ് ആയിക്കോട്ടെ, ഫാക്ടറികളായിക്കോട്ടെ, ഓഫീസുകളായിക്കോട്ടെ, എല്ലായിടത്തും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫെസിലിറ്റികൾ ഉണ്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. മെയിൽസിനും ഫീമെയിൽസിനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ അല്ലെങ്കിൽ അക്കോമഡേഷൻസുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. Such accommodation shall be adequately lighted and ventilated. ഇനി ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ അക്കോമഡേഷൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? വെൽ ലൈറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അത്യാവശ്യം ലൈറ്റും വെന്റിലേഷനും ഒക്കെ ഉള്ള അക്കോമഡേഷൻസുകളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കാം. And no latrine or urinals shall, unless specially exempted in writing by the chief inspector, communicate with any workroom except through an intervening open space or ventilated passage. അവിടെ നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇത് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ലാട്രിൻസ് അതുപോലെ യൂറിനൽസ് ഹാവ് there is no direct connection to the workroom. വർക്ക് റൂമുകളുമായിട്ട് ഇതിലൊരിക്കലും ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് പാടുള്ളതല്ല. ഇതിന് ഈ പറയുന്ന ലാട്രിൻസും യൂറിനൽസും ഒന്നും ഒരിക്കലും ഫാക്ടറിയിലെ വർക്ക് റൂമുകളുമായിട്ട് എന്തുണ്ടാവാൻ പാടില്ല? ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. എന്ന് പറഞ്ഞാല് they should be separated by an intervening open space or ventilated passage.
ഇവയ്ക്കിടയിൽ ഇവയെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഇന്റർവെനിങ് ഓപ്പൺ സ്പേസ്. ഇന്റർവെനിങ് ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ഹാൾവേ അല്ലെങ്കിൽ ഈ കോറിഡോർ അങ്ങനെ പോലുള്ള ഒരു ഇന്റർവെനിങ് ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റഡ് പാസേജോ അവിടെ ഉണ്ടായിരിക്കണം. അതുമൂലം ഇവയെ രണ്ടിനും സെപ്പറേറ്റ് ചെയ്തിരിക്കും. ദർ ഇസ് നോ ഡയറക്റ്റ് കണക്ഷൻ ടു ദ വർക്ക് റൂം. ലാട്രിൻസിനും യൂറിനൽസിനും ഒരിക്കലും വർക്ക് റൂമുകളുമായിട്ട് നേരിട്ടൊരു കണക്ഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല. They should be separated by intervening open space or ventilated passage. കേട്ടോ, intervening open space അല്ലെങ്കിൽ ventilated passage ഇവയെ പരസ്പരം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഇതാണ് സെക്ഷൻ 19 പറയുന്ന വ്യവസ്ഥ. ഇതാണ്. ഇനി വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. പക്ഷെ ഈ ഒരു സെക്ഷനിൽ പറയുന്ന കാര്യങ്ങള് പാലിക്കാൻ കഴിയാത്ത പക്ഷം നമ്മുടെ ചീഫ് ഇൻസ്പെക്ടർക്ക്, അതായത് ഫാക്ടറിയുടെ ചീഫ് ഇൻസ്പെക്ടർക്ക് രേഖാമൂലം ചില ഇളവുകൾ ലഭിക്കാവുന്നതാണ്. അതാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും ഇവര് പറയുന്നത് എന്താണ്? യൂറിനൽസും ലാട്രിൻസും തമ്മിൽ ഒരിക്കലും വർക്ക് റൂമുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. അവയ്ക്കിടയിൽ ഒരു ഇന്റർവെനിങ് ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റഡ് പാസേജോ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ ഉണ്ടായിരിക്കണം എന്നാണ് സെക്ഷൻ 19 പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ലാട്രിൻ യൂറിനൽസ് അക്കോമഡേഷൻസ് വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം, ലൈറ്റഡ് ആയിരിക്കണം. പക്ഷെ ഈ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത പക്ഷം ഇതില് രേഖാമൂലം ഇളവുകൾ വേണമെങ്കിൽ അനുവദിക്കാം. ആർക്ക് അനുവദിക്കാം? ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറിക്ക് അനുവദിക്കാം. കേട്ടോ, ചിലപ്പോൾ ഇതിപ്പോ ഒട്ടും സ്പേസ് ഇല്ല, ഡയറക്റ്റ് കണക്ഷൻ വരാൻ നമുക്ക് ഈ പറയുന്ന ഇന്റർവെനിങ് ഓപ്പൺ സ്പേസ് കൊടുക്കാനോ വെന്റിലേറ്റഡ് പാസേജ് കൊടുക്കാനോ അവിടെ സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാവുമ്പോൾ ഈ പറയുന്ന വ്യവസ്ഥകളിൽ ചില എന്തെങ്കിലും വരും, ചെറിയ ചില കോംപ്രമൈസ് ചെയ്യേണ്ടത് വരും, അല്ലെ, ഇളവുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഇളവുകൾ അനുവദിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ദ ഫാക്ടറിക്കാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റിനാണ് all such accommodation shall be maintained in a clean and sanitary condition at all times. അതുപോലെ ഇങ്ങനെയുള്ള അക്കോമഡേഷൻസ് ഓൾവേസ് എല്ലായ്പ്പോഴും വളരെ ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ നീറ്റ് ആയിരിക്കണം, അല്ലെ, ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം, ശുചിത്വം ഉള്ളതായിരിക്കണം, എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? സ്വീപ്പേഴ്സ് ഷാൾ ബി എംപ്ലോയ്ഡ് whose primary duty it would be to keep clean latrines, urinals and washing places. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ലാട്രിൻസ്, യൂറിനൽസ്, വാഷിംഗ് പ്ലേസസ് ഇതെല്ലാം തന്നെ ക്ലീൻ ആക്കി സൂക്ഷിക്കാനായിട്ട് നമ്മൾ അവരുടെ സ്വീപ്പേഴ്സിനെ എന്ത് ചെയ്തിരിക്കണം? നിയമിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ലാട്രിൻ, യൂറിനൽസ് ഇതൊക്കെ ക്ലീൻ ആക്കി സൂക്ഷിക്കുന്നതിനായിട്ട് സ്വീപ്പേഴ്സിനെ അവിടെ എന്ത് ചെയ്തിരിക്കണം? നിയമിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇവിടെ എന്താ പറഞ്ഞത്? അതായത് ഏതൊരു ഫാക്ടറിയിലും ജോലിക്കാർക്ക് അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ബേസിന് അവർക്ക് ആക്സസിബിൾ ആവുന്ന സ്ഥലങ്ങളില് സഫീഷ്യന്റ് നമ്പർ ഓഫ് ലാട്രിൻ യൂറിനൽ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതിനു പുറമെ ഇതെല്ലാം തന്നെ ഫീമെയിൽസിനും, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള അക്കോമഡേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള അക്കോമഡേഷൻസ് വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം, ലൈറ്റഡ് ആയിരിക്കണം. ദർ ഈസ് നോ ഡയറക്റ്റ് കണക്ഷൻ ടു ദ വർക്ക് റൂം. വർക്ക് റൂമായിട്ട് ഒരിക്കലും ഇതിന് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. They should be separated by an intervening open space or ventilated passage. Otherwise, എന്ത് ചെയ്യാൻ പറ്റും? ചീഫ് ഇൻസ്പെക്ടർക്ക് അതിനായിട്ട് ഇളവുകൾ അനുവദിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇങ്ങനെയുള്ള അക്കോമഡേഷൻസ് എല്ലായ്പ്പോഴും വളരെ ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. അത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ഈ പറയുന്ന സ്വീപ്പേഴ്സിനെ അവിടെ നിയമിച്ചിരിക്കണം. കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. In every factory wherein more than 250 workers are ordinarily employed. ഇനി ഒരു 250 അതിൽ കൂടുതലോ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ ലാട്രിൻ യൂറിനൽ സംബന്ധമായിട്ട് നോക്കാം. All latrine and urinal accommodations shall be of prescribed sanitary types. ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അല്ലെ, പ്രിസ്ക്രൈബ്ഡ് ടൈപ്പ് എന്ന് പറയും. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന ഫാക്ടറിയിലെ ലാട്രിൻ യൂറിനൽ അക്കോമഡേഷൻസ് ഒരു നിർദ്ദിഷ്ട തരത്തിലുള്ളതായിരിക്കണം. അത് ആര് നിർദ്ദേശിക്കും? ഗവൺമെന്റ് നിർദ്ദേശിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റ് പറയും. അവര് നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ലാട്രിൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം, ഏത് രീതിയിലുള്ള യൂറിനൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്ന് തീരുമാനിക്കും.
അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് സാനിറ്ററി ടൈപ്പിലായിരിക്കണം നമ്മളൊരു ഫാക്ടറിക്കകത്തുള്ള ലാട്രിനൽ യൂറിനൽ അക്കോമഡേഷൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് കുറച്ചും കൂടെ അത് വ്യക്തമായിട്ട് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? The flows and internal walls up to a height of ബ്രാക്കറ്റിൽ എന്ന് പറയുന്നത് 90 centimeters of the latrines and urinals, and the sanitary blocks shall be laid in glazed tiles or otherwise finished to provide a smooth, polished, impervious surface. അതായത് ഈ പറയുന്ന ലാട്രിൻസ് അതുപോലെ യൂറിനൽസിന്റെ ഏകദേശം ഒരു 90 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ഫ്ലോറുകള് അതുപോലെ തന്നെ ചുമരുകളൊക്കെയുള്ള ലാട്രിൻ യൂറിനൽസ് അക്കോമഡേഷൻസ് that should be എന്ത് ചെയ്തിരിക്കണം? That should be finished by the glazed tiles. Okay, that should be covered by the glazed tiles. Glazed tiles ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കണം. And it should be finished by the smooth, polished, waterproof surface. അല്ലെ, impervious വെച്ച് waterproof. അതായത് ഒരു 90 സെന്റിമീറ്റർ വരെ ഉയരമുള്ള തറകളും ചുമരുകളും ഒക്കെ ഉള്ള ലാട്രിൻസ് യൂറിനൽസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നമ്മള് ഗ്ലേസ്ഡ് ടൈൽ ഉപയോഗിച്ച് അത് കവർ ചെയ്യും. ടൈൽ ചെയ്യാറില്ലേ ബാത്റൂമിലൊക്കെ നമ്മൾ ടൈൽ ഇടാറില്ലേ? അത് തന്നെ. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഗ്ലേസ്ഡ് ടൈലുകൾ ഉപയോഗിച്ച് അത് കവർ ചെയ്തിരിക്കും. ഓക്കെ, അത് മാത്രമല്ല അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഉപയോഗിച്ച് അത് ഫിനിഷ് ചെയ്തിരിക്കണം. ടൈൽ ചെയ്യണം, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സർഫസുകൾ ഉപയോഗിച്ച് അത് ഫിനിഷ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ. അത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ കുറെ കൂടെ ഈസിയാണ്. അതിന്റെ കണ്ടീഷൻ അതാണ് പ്രിസ്ക്രൈബ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഫ്ലോറുകൾക്കും ചുമരുകൾക്കും ഒരു 90 സെന്റിമീറ്റർ വരെ ഉയരമുള്ള ഫ്ലോറുകളും അതുപോലെ തന്നെ ഹോൾസ് ഒക്കെ ഉള്ള ലാട്രിൻ യൂറിനൽ അക്കോമഡേഷൻസ് അത് നമ്മൾ ടൈലുകൾ ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കണം, ടൈൽ ചെയ്തിരിക്കണം. അതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സർഫസ് ഉപയോഗിച്ചത് ഫിനിഷ് ചെയ്തിരിക്കണം എന്നാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, അടുത്തതോ without prejudice to the provisions of clauses D and E of subsection 1, the floors portions of the walls and the blocks so laid or finished and sanitary pans of latrines and urinals shall be thoroughly washed and cleaned at least once in every 7 days with the suitable detergents or disinfectants or with both. ഇനി ഇതിനകത്ത് തന്നെ സെക്ഷൻസ് പറയുന്ന എയും ഇയും ക്ലോസുകൾ അനുസരിച്ച് അവർ പറയുന്നത് ഈ ഫ്ലോറുകള് അതുപോലെ തന്നെ പോർഷൻസ് ഓഫ് ദ വാൾസ് ആൻഡ് ബ്ലോക്സ് അല്ലെ, നമ്മൾ ഈ പറയുന്ന ലാട്രിൻ യൂറിനൽ ഫെസിലിറ്റികളുടെ ചുമരുകള് ആ ബ്ലോക്കുകള് അതുപോലെ സാനിറ്ററി പാൻസ് ഓഫ് ലാട്രിൻസ് ഒക്കെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ സാനിറ്ററി പാൻസ്, ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തിരിക്കും, ക്ലീൻ ചെയ്തിരിക്കും. ഇപ്പോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി 7 days ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരം ഭാഗങ്ങള് ഇത് വളരെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതും എന്താണ്? സ്യൂട്ടബിൾ ഡിറ്റർജൻസ് ഓഫ് ഡിസിൻഫെക്ടൻസ് ഓർമ്മിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഡിറ്റർജന്റുകളോ ഡിസിൻഫെക്ടൻസുകളോ ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഏരിയകള് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എപ്പോഴും ക്ലീൻ ചെയ്തിരിക്കണം, വൃത്തിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താണ് പറയുന്നത്? The state government may prescribe the number of latrines and urinals to be provided in any factory in proportion to the numbers of male and female workers ordinarily employed therein, and provide for such further matters in respect of sanitation in factories, including the obligation of workers in this regard, as it considers necessary in the interest of the health of workers employed there. ഇനി അതായത് ഒരു ഫാക്ടറിയില് എത്ര സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ എത്ര പുരുഷന്മാര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു അതിന് ആനുപാതികമായിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. എത്ര എണ്ണം ലാട്രിൻസ് വേണം, എത്ര എണ്ണം യൂറിനൽസ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണത്തിന് ആനുപാതികമായിട്ട് ആരാണ് തീരുമാനിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല and provide for such further matters in respect of sanitation factories. ആ ഒരു ഫാക്ടറിയുടെ സാനിറ്റേഷൻ അല്ലെ, അതിന്റെ ഒരു ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻക്ലൂഡിംഗ് ഒബ്ലിഗേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദിസ് റിഗാർഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസ് നമ്മൾ പറഞ്ഞില്ല, സ്വീപ്പർമാര്
അവരെയൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വാഷ് ചെയ്യാനൊക്കെ സ്വീപ്പേഴ്സിനെ നമ്മൾ അവിടെ ചുമതലപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അവരുടെ ഒബ്ലിഗേഷൻസ്, കടമകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത്, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. കാര്യം എന്താണ്? ഇറ്റ് ഈസ് ടു കൺസിഡർ നെസസറി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ വർക്കേഴ്സ് എംപ്ലോയ്മെന്റ്, അല്ലെ? അത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്തിനെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം പരിഗണിക്കേണ്ട ക്ലിയർ ആയോ പറഞ്ഞത്? സെക്ഷൻ 19 ഓക്കെ ആണോ? ഇതൊന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ 20 ആണ്. സെക്ഷൻ 20 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്പിറ്റൂൺസ് ആണ് കേട്ടോ. അതാണ് സ്പിറ്റൂൺസ്. സ്പിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്പിറ്റ് ചെയ്യാന്ന് വെച്ചാൽ തുപ്പ എന്നുള്ള അർത്ഥമാണ്, അല്ലെ? സ്പിറ്റൂൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് തുപ്പാനുള്ള സൗകര്യങ്ങള്. ഓക്കെ, ഒരു ഫാക്ടറിയിൽ നമുക്ക് തുപ്പാനാണെങ്കിലും അല്ലെ കൈകളും മറ്റുമൊക്കെ വാഷ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരു ഫാക്ടറിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 20 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. എന്നിട്ട് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൺസ്. അതായത് ഫാക്ടറികളിലെ ഈ ലാട്രിനും യൂറിനൽസ് അക്കോമഡേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സ്പിറ്റൂൺസ്. ഓക്കെ, അതായത് തുപ്പാനുള്ള സാമഗ്രികളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൺസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു ഫാക്ടറിയില് ആവശ്യത്തിന് അനുസരിച്ചുള്ള സ്പിറ്റൂൺസ് പ്രൊവൈഡ് ചെയ്യണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഡിസ്പ്ലേ ഓഫ് നോട്ടീസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സ്പിറ്റൂൺസ്. നമ്മൾ സ്പിറ്റൂൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇടങ്ങളിൽ അത് കൃത്യമായിട്ട് നമ്മളത് ഡിസ്പ്ലേ ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ലെജിബിളി മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നതുപോലെ ആ ഒരു ഫാക്ടറിയില് സ്പിറ്റൂൺസിന്റെ ആ പ്രൊവിഷൻസ് ആ ഏരിയകളിൽ കൃത്യമായിട്ട് നോട്ടീസ് ഡിസ്പ്ലേ ചെയ്തിരിക്കും. മൂന്നാമത്തെ വരുന്നത് പെനാൽറ്റി ആണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിൽ വരുന്ന പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഓഫ് റൂൾസ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കാം, സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൺസ്. In every factory, there shall be provided a sufficient number of spittoons in convenient places, and they shall be maintained in a clean and hygienic condition. അതായത് എല്ലാ ഓരോ ഫാക്ടറിയിലും ഈ പറയുന്ന സഫിഷ്യന്റ് നമ്പർ ഓഫ് ആവശ്യത്തിനുള്ള സ്പിറ്റൂൺസുകൾ അത് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഫെസിലിറ്റികൾ എല്ലായ്പ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിരിക്കണം, എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം, ശുചിത്വമുള്ളതായിരിക്കണം എന്നാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ഓക്കെ, സഫിഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൺസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ എവരി ഫാക്ടറി, അതും ഇൻ ദ കൺവീനിയന്റ് പ്ലേസസ്, ആൻഡ് ദേ ഷാൾ ബി മെയിൻറ്റൈൻഡ് ഇൻ എ ക്ലീൻ ആൻഡ് ഹൈജീനിക് കണ്ടീഷൻ. ഓൾവേസ് അത് വളരെ വൃത്തിയുള്ളതും
ശുചിത്വമുള്ളതായിട്ട് സൂക്ഷിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡിസ്പ്ലേ ഓഫ് നോട്ടീസ് ഓഫ് പ്രൊവിഷൻ ഓഫ് സ്പിക്യൂൺസ്. അല്ലെങ്കിൽ സ്പിക്യൂൺസിനുള്ള ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിന് കൃത്യമായിട്ട് നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതായത് നോ പേഴ്സൺ ഷാൾ സ്പിറ്റ് വിത്തിൻ ദ പ്രിമൈസസ് ഓഫ് എ ഫാക്ടറി ആക്സെപ്റ്റ് ഇൻ ദ സ്പിക്യൂൺസ് പ്രൊവൈഡഡ് ഫോർ ദ പർപ്പസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഫാക്ടറിയിൽ സ്പിക്യൂൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ അല്ലാതെ ആ ഒരു ഫാക്ടറിയുടെ മറ്റു പരിസരത്തും ഒന്നും ആരും എന്ത് ചെയ്യാൻ പാടില്ല, തുപ്പാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? അതായത് ആ സ്പിക്യൂൺ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒഴികെ ആ ഒരു ഫാക്ടറിയുടെ പരിസരത്തും മറ്റുമൊന്നും ഒരു കാരണവശാലും ഒരു വ്യക്തിയും തുപ്പാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അതിനെ പറ്റി പറയുന്ന ഒരു നോട്ടീസ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. A notice containing the provision of spittoons in the factory shall be prominently displayed at the suitable places in the premises. അതുകൊണ്ട് തന്നെ ആ ഫാക്ടറിയിലെ എവിടെയൊക്കെയാണോ നമ്മൾ സ്പിക്യൂൺസിനുള്ള പ്രൊവിഷൻസ് നൽകിയിട്ടുള്ളത് അവിടെയൊക്കെ ആ ഒരു ഫാക്ടറിയിലും അതിന്റെ പരിസരത്തും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് അറിയില്ല എവിടെ തുപ്പണം എവിടെ കഴുകണം എന്നൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, അത് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെയോ the penalty for spitting anywhere except in the spittoons shall also be prominently displayed. പുറമെ നമ്മൾ സ്പിക്യൂൺസിൽ ഒഴികെ അല്ലെ അതല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ തുപ്പുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പെനാൽറ്റി അതും നമ്മൾ കൃത്യമായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. എന്നാലാണ് ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ പ്രൊവിഷൻസ് കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ആ ഒരു വ്യവസ്ഥ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ പെനാൽറ്റി വരും, ഇന്ന ശിക്ഷ ഉണ്ടാകും എന്നുള്ളതും കൂടെ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് രണ്ടാമത്തെ ഫ്രെയിംവർക്ക്. ഓക്കെ. മൂന്നാമത് പറയുന്നത് ആ പെനാൽറ്റിയെ സംബന്ധിച്ചാണ്. ഓക്കെ, എന്താണ് പെനാൽറ്റിയെ പറ്റി പറയുന്നത്? ഹൂ എവർ സ്പീക്സ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് സെക്ഷൻ 20 ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ നോട്ട് എക്സീഡിംഗ് ₹5 കേട്ടോ. ഓക്കെ, അപ്പൊ കോൺട്രവെൻഷൻ എന്ന് പറഞ്ഞാൽ ലംഘിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഈ സെക്ഷൻ 20 അനുസരിച്ച് അത് ആ ഒരു വ്യവസ്ഥ ലംഘിക്കുന്ന ആളുകൾക്ക് 5 രൂപയിൽ കൂടാത്ത ഒരു പിഴ അതിന്റെ ചുമത്തുന്നതാണ്. 5 രൂപയാണ് മാക്സിമം അവർക്ക് പെനാൽറ്റി വരുന്നത് കേട്ടോ. 5 രൂപയിൽ കൂടാത്ത ഒരു പെനാൽറ്റി അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടതായിട്ട്. ക്ലിയർ ആണല്ലോ? നാലാമത്തേത് എന്താണ്? പ്രിസ്ക്രിപ്ഷൻ ഓഫ് റൂൾസ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. The state government may make rules prescribing the type and the number of spittoons to be provided and their location in any factory. കേട്ടോ, അല്ലെങ്കിൽ നമുക്കറിയാം ഫാക്ടറീസ് ആക്ടിലെ ഓരോ സെക്ഷനും പഠിക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലായി, ഈ എല്ലാ സെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ആര് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് അതിനുള്ള അധികാരമുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഏതൊരു ഫാക്ടറിയിലും എത്ര എണ്ണം സ്പിറ്റൂൾസ് വേണം, അത് ഏത് ലൊക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യണം, അത് ഏത് ടൈപ്പ് ഓഫ് സ്പിറ്റൂൾസ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, നമ്മൾ ലാട്രിൻ യൂറിനൽ അക്കോമഡേഷൻ കൊടുക്കുമ്പോഴും അവിടെ ഗവൺമെന്റ് പറയുന്നുണ്ട് ഇന്ന ടൈപ്പ് അല്ലെങ്കിൽ ഇത്ര എണ്ണം ഇന്ന ലൊക്കേഷനിൽ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം. എത്ര സ്പിറ്റൂൾസ് എത്ര എണ്ണം വേണം, അത് ഏത് ലൊക്കേഷൻ ആ ഏത് ലൊക്കേഷനിൽ വേണം, അത് ഏത് ടൈപ്പിലുള്ള സ്പിറ്റൂൾസ് ആയിരിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇറ്റ് മേ ആൾസോ പ്രൊവൈഡ് ഫോർ ദ മാറ്റേഴ്സ് റിലേറ്റഡ് ടു ദയർ ലൊക്കേഷൻ ഇൻ ഫാക്ടറി. ഇത് തന്നെയാണ് ആ ഫാക്ടറിയുടെ ഇതിന്റെ ലൊക്കേഷനെ പറ്റിയും കൃത്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇറ്റ് മേ ആൾസോ പ്രൊവൈഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദയർ മെയിന്റനൻസ് ഇൻ എ ക്ലീൻ ആൻഡ് ഹൈജീനിക് കണ്ടീഷൻ. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള സ്പിറ്റൂൾസുകൾ അത് വളരെ ക്ലീൻ ആയിട്ട് ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സുകളും ആര് പറയുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെന്റ് നിർദ്ദേശിക്കും. ക്ലിയർ ആയോ? അപ്പൊ 4 കാര്യങ്ങളാണ്. ഒന്ന്, ഏതൊരു ഫാക്ടറിയിലും സഫീഷ്യന്റ് നമ്പർ ഓഫ് സ്പിറ്റൂൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. സ്പിറ്റൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ട് നമ്മൾ നോട്ടീസ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതുപോലെ സ്പിറ്റൂൾസിൽ ഒഴികെയല്ലാതെ ഫാക്ടറിയുടെ മറ്റു പരിസരത്ത് ഒരു കാരണവശാലും ഒരു വ്യക്തി തുപ്പാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുമൂലം വരുന്ന ആ ഒരു പെനാൽറ്റിയും കൂടെ അത് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഇനി പെനാൽറ്റിയെ പറ്റി പറയുന്നത് എന്താണ്? ഈ ഒരു സെക്ഷൻ, ഈ ഒരു നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് 5 രൂപയിൽ കൂടാത്തൊരു പെനാൽറ്റിയാണ് നമ്മൾ അതിൽ നിന്ന് ഇടുക. പിന്നെ
ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എത്ര എണ്ണം സ്പിറ്റ്യൂൾസ് വേണം, എത്ര ടൈപ്പ്, ഏത് ടൈപ്പ് ആയിരിക്കണം, ഏത് ലൊക്കേഷനിൽ നമ്മൾ അത് പ്ലേസ് ചെയ്യണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് മാത്രമല്ല, ഇതെല്ലായ്പ്പോഴും വളരെ ക്ലീൻ ആയിരിക്കണം, ശുചിത്വമുള്ളതായിരിക്കണം. ഓക്കെ, ഇതുമാണ് സെക്ഷൻ 20 പറയുന്നത്. ഇതോട് കൂടിയിട്ട് എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് അവിടെ അവസാനിക്കുകയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നമ്മുടെ 11 തൊട്ടാണ് സെക്ഷൻസുകൾ നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ ചോദിക്കാം. നിങ്ങൾ ആ സെക്ഷൻ പഠിച്ചു വെക്കാം. സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഇതിലുള്ള കാര്യങ്ങളല്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമാണ്. പക്ഷേ ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ സെക്ഷൻ 11 എന്തായിരുന്നു? ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ക്ലീൻലിനെസ് ആയിരുന്നു അല്ലെ? പ്രകാരം എല്ലാ ഫാക്ടറികളിലും എന്തായിരിക്കണം? എല്ലാ ഫാക്ടറികളും അടുക്കുകള്, മാലിന്യങ്ങള്, അടുക്കചാടുകള് എന്നിവയിൽ നിന്നുമൊക്കെ എപ്പോഴും മുക്തമായിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കണം. അതുപോലെ തന്നെ പൊടികള് അല്ലെങ്കിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലായ്പ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡിറ്റർജൻസുകളോ ഡിസ്ഇൻഫെക്റ്റൻസുകളോ ഉപയോഗിച്ച് വളരെ വൃത്തിയാക്കി നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഫാക്ടറിയാണ്, അവിടെ ധാരാളം മാനുഫാക്ചറിംഗ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വെള്ളം കെട്ടിക്കിടക്കാൻ ഇടവരും. അപ്പൊ ഈ വെള്ളമെല്ലാം വറ്റിച്ചു കളയാനുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളും അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇതാണ് സെക്ഷൻ 11 ക്ലീൻലിനെസ്സിന് പറഞ്ഞത്. സെക്ഷൻ 12 നമ്മൾ പറഞ്ഞത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എക്യുപ്മെന്റ്സ് ആണ്. മാലിന്യങ്ങളും മലിനജലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞത്. ഈ മാലിന്യങ്ങളും മലിനജലവും ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഏതൊരു ഫാക്ടറിയിലും ഉണ്ടായിരിക്കണമെന്നാണ് സെക്ഷൻ 12 പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട അറേഞ്ച്മെന്റ്സുകൾ മുന്നോട്ട് വെക്കാനുള്ള അധികാരം അത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് നമ്മൾ. ഓക്കെ, അതാണ് സെക്ഷൻ 12 പറയുന്നത്. സെക്ഷൻ 13 എന്താണ്? വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഏതൊരു ഫാക്ടറിയിലും ഈ പറയുന്ന ജീവനക്കാരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വെന്റിലേഷൻ ഫെസിലിറ്റികൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതിനു പുറമെ അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ തടയുന്നതിനായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഒരു കാരണവശാലും ടെമ്പറേച്ചർ എക്സീഡ് ആയി പോകാനായിട്ട് പാടില്ല. പരമാവധി താഴ്ന്ന നിലയുടെ ടെമ്പറേച്ചർ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത്. ഇതാണ് സെക്ഷൻ 13 പറഞ്ഞത്. സെക്ഷൻ 14 എന്തായിരുന്നു? ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് ആണ് അല്ലെ? പുക, പൊടിപടലങ്ങൾ അത് ശ്വസിക്കുന്നത്, അതിന്റെ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പസ്റ്റൻ എഞ്ചിനുകൾക്കായിട്ടുള്ള എക്സ്പോസ്റ്റ് ഫെസിലിറ്റികളും ഏതൊരു ഫാക്ടറിയിലും ലഭ്യമാക്കിയിരിക്കണം. സെക്ഷൻ 15 നമ്മൾ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷനെ പറ്റിയിട്ടാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡിങ് മോയ്സ്ചർ ഇൻ ടു ദ എയർ. നമ്മുടെ എയറിലോട്ട് നമ്മൾ ഈർപ്പം ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഫാക്ടറിയിൽ ഒരു ഹ്യൂമിഡിഫിക്കേഷൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കൂട്ടേണ്ടതായിട്ട് വരും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെയാണോ ഹ്യൂമിഡിറ്റി കൂട്ടുന്നത്? അല്ല. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ആ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനാണ്. പിന്നെ ഈ പ്രോഡക്റ്റുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറയുന്ന പോലെ എംപ്ലോയീസിന്റെ കംഫർട്ടിന് കൂടെ വേണ്ടിയിട്ടാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹ്യൂമിഡിറ്റി ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ആണ് ഇതിനകത്ത് പറയുന്നത് സെക്ഷൻ 15 പറയുന്നത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഈ ഹ്യൂമിഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് ഹ്യൂമിഡിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ടുള്ള മെത്തേഡുകളും അതുപോലെ ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഈ ഒരു വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള മെത്തേഡുകളും അവിടുത്തെ എയർ കൂൾ ചെയ്യാനുള്ള മെത്തേഡുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 15 ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. സെക്ഷൻ 16 ഓവർ ക്രൗഡിംഗ് ആണ് അല്ലെ? ഓവർ ക്രൗഡിംഗ് വന്നു കഴിഞ്ഞാൽ അത് എംപ്ലോയീസിന്റെ ഹെൽത്തിനെ ബാധിക്കും. ഓവർ ക്രൗഡിംഗ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് സെക്ഷൻ 16 ആണ്. സെക്ഷൻ 17 ലൈറ്റിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സുകൾ ഏതൊരു ഫാക്ടറിയിലും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, സെക്ഷൻ 18 പറയുന്നത് ഡ്രിങ്കിങ് വാട്ടറിനെ സംബന്ധിച്ചാണ്. കുടിവെള്ളം ലഭ്യമായിട്ടുള്ള ഏരിയകള് നമ്മുടെ എലിജിബിൾ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കണം.
250 അതിൽ കൂടുതലോ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന ഏതൊരു ഫാക്ടറിയിലും ഈ പറയുന്ന വെള്ളം തണുപ്പിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാകണം എന്ന് പറയുന്നത് സെക്ഷൻ 18 അകത്താണ്. അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. പിന്നെ സെക്ഷൻ 19 ഫാക്ടറി ആൻഡ് യൂണിയൻസ് ആണ്. സെക്ഷൻ 20 സ്റ്റിപ്യൂൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒരു കാര്യം ചെയ്യൂ, 11 തൊട്ട് 20 വരെയുള്ള സെക്ഷൻസ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ കേട്ടോ. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കാം. വായിച്ചു നോക്കൂ. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാ സെക്ഷൻസും എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ആണ് നമ്മൾ ഇത്രയും പഠിച്ചത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ്. ഇങ്ങനെയുള്ള ജോലി സ്ഥലങ്ങളില് എംപ്ലോയിയുടെ ഹെൽത്ത് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഇത്രയും നാൾ എംപ്ലോയി ഹെൽത്തിനെ പറ്റിയും പല ടൈപ്പ് ഹെൽത്ത് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥകളെ പറ്റിയൊക്കെ നമ്മൾ പറയുണ്ടായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് എംപ്ലോയി ഹെൽത്തിൽ ഇത്രയേറെ ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഹെൽത്ത് ഈസ് ആസ് ഫോളോസ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇന്ത്യൻ ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് സച്ച് as decreased output, excessive hazardous actions and extra leaves increase when the employees are down with sick. അല്ലെ, നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ് ആ ഒരു ഇൻഡസ്ട്രിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത്, ആ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന എംപ്ലോയീസ് അസുഖബാധിതരായി കഴിഞ്ഞാല്, ഒട്ടും ഹെൽത്തി അല്ലാത്തൊരവസ്ഥയില് ആണ് അവർക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അസുഖബാധിതരായി കഴിഞ്ഞാല് അവിടെ എന്തൊക്കെ സംഭവിക്കും? എന്തൊക്കെ ഇഫക്റ്റുകളാണ് ഉണ്ടാവുന്നത്? ഡിക്രീസ്ഡ് ഔട്ട്പുട്ട് അല്ലെ, ഔട്ട്പുട്ട് കുറയും. കാര്യം ഏറ്റവും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി കൊടുക്കുന്ന ഇൻപുട്ട് അല്ലെ ഏറ്റവും നല്ലതായിരിക്കും, ഇത് വരുന്ന ഔട്ട്പുട്ട് നല്ലതായിരിക്കും. അതേസമയം എന്താണ്? അസുഖബാധിതരായിട്ടുള്ള വർക്കേഴ്സ് മൂലം എന്ത് സംഭവിക്കും? ആ ഒരു ഇൻഡസ്ട്രിയിലെ ഔട്ട്പുട്ട് കുറയും അല്ലെ, അതിന്റെ ആ ഒരു എഫിഷ്യൻസി അവിടെ കുറയും. പിന്നെ എന്ത് സംഭവിക്കും? എക്സസീവ് ഹസാർഡസ് ആക്ഷൻസ് അല്ലെ, ഒരുപാട് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം എന്താണ്? ആലോചിച്ചൊക്കെ വളരെ സിക്ക് ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ എപ്പോഴും ഫാറ്റിക് ആയിരിക്കും, ക്ഷീണിതരായിരിക്കും. അപ്പൊ ക്ഷീണം മൂലം അവർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ഹസാർഡസ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ എക്സസീവ് ഹസാർഡസ് ആക്ഷൻ ഏറ്റവും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് അത് നയിക്കും.
ആൻഡ് എക്സ്ട്രാ ലീവ്സ് ഇൻക്രീസ്. അതുപോലെ തന്നെ ലീവുകൾ വർദ്ധിക്കും, ആബ്സെന്റീസം വർദ്ധിക്കും. ആബ്സെന്റീസം മാത്രമല്ല വർദ്ധിക്കുന്നത്, ടേൺ ഓവറും വർദ്ധിക്കും അല്ലെ. ജോലി മതിയാക്കി ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നാൽ എന്ത് സംഭവിക്കും? ജോലിയിൽ നിന്ന് പോകേണ്ടി വരും അല്ലെ. അപ്പൊ ടേൺ ഓവർ കൂടും. അതുപോലെ ആബ്സെന്റീസം, അതായത് ലീവ് വർദ്ധിക്കാന്ന് വെച്ചാൽ ആബ്സെന്റീസം ഒക്കെ വർദ്ധിക്കും അല്ലെ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. There is the employee who is free from illness brings out completely different outcomes. അതേസമയം അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അവരെന്ന് പറയുമ്പോൾ പല വ്യത്യസ്ത തരത്തിലുള്ള ഔട്ട്കംസുകളാണ് ഒരു ഓർഗനൈസേഷന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. എന്തൊക്കെ കാര്യങ്ങളാണ്? സച്ച് ആസ് പങ്ക്ച്വാലിറ്റി അറ്റ് ഒക്യുപേഷൻ. അവർ എപ്പോഴും ജോലിയിൽ എന്തായിരിക്കും? കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും. നിരവധി ആരോഗ്യമുള്ള ആളുകളാണ്, അവർക്ക് സമയത്തിന് വരാനും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാധിക്കും അല്ലെ. പങ്ക്ച്വാലിറ്റി അറ്റ് ഒക്യുപേഷൻ അല്ലെ, ജോലി സ്ഥലത്ത് അവരുടെ വളരെയധികം കൃത്യനിഷ്ഠ കാണിക്കും. ഈസ് മോർ ഔട്ട്പുട്ട്, കുറെ കൂടെ കൂടുതൽ ഔട്ട്പുട്ട് അതിൽ നിന്ന് ഉണ്ടാവും. കാര്യം അവര് വളരെ എഫിഷ്യന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അതിലൂടെ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? ഗ്രേറ്റർ സെക്യൂരിറ്റി അവയർനെസ്, അതുപോലെ ഒരു വളരെ നല്ലൊരു സുരക്ഷാ അവബോധം അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ അവരുടെ സുരക്ഷയെ പറ്റി എപ്പോഴും എന്തായിരിക്കും? അവയർ ആയിരിക്കും അല്ലെ. അവരെപ്പോഴും എന്താണ്? ബോധവാന്മാരായിരിക്കും. ഇങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് ഔട്ട്കംസുകൾ ഇതിന് ലഭിക്കും, ഓർഗനൈസേഷന് ലഭിക്കും. ഓക്കെ, എ ഹെൽത്തി എംപ്ലോയി ആൾസോ റിമൈൻസ് ഹാപ്പി ആൻഡ് സെൽഫ് കോൺഫിഡൻസ് which is a great advantage for the organization. മാത്രമല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള എംപ്ലോയി എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമുക്ക് അതെന്ന് പറയേ, ഹെൽത്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാതെ ആയിരിക്കും അല്ലെ. നമ്മളെപ്പോഴും ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുന്ന സമയമാണ് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയം അല്ലെ. അത് ഹാപ്പി ആണെന്ന് മാത്രമല്ല, നമ്മൾ എന്തായിരിക്കും? സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് ചെയ്യാനും നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടായിരിക്കും അല്ലെ. So, which is a great advantage for the organization. അതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാലോ ഒരു എംപ്ലോയി ഹെൽത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന എംപ്ലോയീസിലൂടെ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേസമയം അസുഖബാധിതരായിട്ടുള്ള എംപ്ലോയീസ് ഔട്ട്പുട്ട് കുറയ്ക്കും, ഹസാർഡസ് ആയിട്ട് ആക്ഷൻസ് വർദ്ധിപ്പിക്കും, അവിടെ ആക്സിഡന്റീസും കൂടാനുള്ള ചാൻസും ഉണ്ടാകും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഓർഗനൈസേഷണൽ എക്സ്പെൻസസ് will decrease and the workplace injuries will be avoided when there is robust industrial well-being. Robust means ഇവിടെ ഉദ്ദേശിക്കുന്നത് ശക്തമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വ്യാവസായിക ക്ഷേമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? പ്രവർത്തന ചെലവ്, അതായത് വ്യാവസായിക ക്ഷേമം വർദ്ധിക്കണമെങ്കിൽ എന്തുണ്ടാവണം? എംപ്ലോയീസ് എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിന്റെ ഹെൽത്ത് ആണ്. എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ അവർ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും. അതിനനുസരിച്ച് ആ ഒരു ഇൻഡസ്ട്രിയുടെ വെൽബീയിങ് വർദ്ധിക്കും, ആ വ്യാവസായിക ക്ഷേമം വർദ്ധിക്കും. ഈ വ്യാവസായിക ക്ഷേമം വർദ്ധിക്കുന്നതിലൂടെ നമുക്ക് പ്രവർത്തന ചെലവുകൾ അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ ജോലി സ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെയോ the organization can also avoid the compensation to be paid in case of workplace accident. ഈ അപകടം മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഓർഗനൈസേഷന് സാധിക്കും അല്ലെ. അതായത് അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷൻ ലയബിൾ ആണ്. അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോ അങ്ങനെ ജീവനക്കാർക്ക് അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ അത് അവോയ്ഡ് ചെയ്യാനും അത് ഓർഗനൈസേഷന് ഒരുപാട് ഓക്കെ. അപ്പൊ മനസ്സിലാവുന്നുണ്ട് എംപ്ലോയി ഹെൽത്തിന് എത്രയേറെ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ചിന്തിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. An image of the organization as being socially responsible is created due to sound industrial health. ഒരു നല്ല ഇൻഡസ്ട്രിയൽ ഹെൽത്തിലൂടെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ ഇമേജ്, പ്രതിച്ഛായ നമുക്ക് കുറെ കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് ആ ഒരു ഓർഗനൈസേഷൻ വളരെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ് എന്നുള്ളൊരു പ്രതിച്ഛായയിലോട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും
അല്ലെ? ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും, അതായത് ഒരു ഫാക്ടറി ആയിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു ഓഫീസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമാണ് അല്ലെ? പബ്ലിക് സർവീസസ് കൊടുക്കുന്നതാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള അവരൊക്കെ ഒരു സോഷ്യലി ഒരു സ്ഥാപനത്തിന്റെ ഒരു ഏറ്റവും വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അവരുടെ ജീവനക്കാരെ ഏറ്റവും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഏതൊരു ഓർഗനൈസേഷന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ അവിടുത്തെ എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആണോ, അതിനർത്ഥം എന്താണ്? ആ ഇൻഡസ്ട്രി കുറെ കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആ ഒരു പ്രതിച്ഛായ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നാലാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് പ്രിസർവ്സ് ആൻഡ് ഇൻഷുവേഴ്സ് എൻഹാൻസ്മെന്റ് ഓഫ് ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. ഓക്കെ, അപ്പൊ കുറെ കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആവുമ്പോൾ തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ബ്രാൻഡ് വാല്യൂ, അവരുടെ ഇമേജ്, അതെല്ലാം തന്നെ കുറെ കൂടെ സംരക്ഷിക്കാനും ഉറപ്പുവരുത്താനും സാധിക്കുന്നു. ഓക്കെ, ഇറ്റ് പ്രിസർവ്സ് ആൻഡ് ഇൻഷുവേഴ്സ് എൻഹാൻസ്മെന്റ് ഓഫ് ബ്രാൻഡ് വാല്യൂ ആൻഡ് ഇമേജ്. അതായത് അതൊരു ഓർഗനൈസേഷന്റെ ബ്രാൻഡ് വാല്യൂ അതുപോലെ തന്നെ ഇമേജ് അത് സംരക്ഷിക്കുകയും എൻഷുർ ചെയ്ത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ് ആൻഡ് ബൂസ്റ്റ് ദെയർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻ. അത് എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെ? എംപ്ലോയീസിനെ കുറെ കൂടെ പ്രചോദിപ്പിക്കുക മാത്രമല്ല, ആ ഒരു ഓർഗനൈസേഷനോടുള്ള അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു പ്രതിബദ്ധത കുറെ കൂടെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അല്ലെ? അതായത് ഓർഗനൈസേഷൻ അതിന്റെ എംപ്ലോയീസിനോട് എത്രത്തോളം സോഷ്യലി റെസ്പോൺസിബിൾ ആകുമോ അത്രത്തോളം എംപ്ലോയീസ് എന്തായിരിക്കും? ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനം അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അവിടെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ നിയമവ്യവസ്ഥകളൊക്കെ അവർ കൃത്യമായിട്ട് പാലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം അതിന്റെ എംപ്ലോയീസിനോട് കുറെ കൂടെ റെസ്പോൺസിബിൾ ആണ് എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിനോട് എത്രത്തോളം റെസ്പോൺസിബിൾ ആണെന്നോ തിരിച്ച് എംപ്ലോയീസിന് അതേ ഒരു കമ്മിറ്റ്മെന്റ് ആരുടെ അടുത്തുണ്ടാവും? ആ ഒരു സ്ഥാപനത്തോട് ഉണ്ടാവും അല്ലെ? അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രമല്ല, എംപ്ലോയീസിന് ആ ഒരു സ്ഥാപനത്തോടുള്ള അവരുടെ ഒരു പ്രതിജ്ഞാബദ്ധത, അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്? The workforce is inspired to remain fit physically and mentally. ഇത് മാത്രമല്ല, ഈ പറയുന്ന വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസ് ആണ്, അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവര് ഈ പറയുന്ന പോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് അത് ജീവനക്കാരെ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു അല്ലെ? അവരെ എത്രയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് അവരെന്ത് ചെയ്യുന്നു? മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇത്രയും മനസ്സിലാക്കുക, ഒരു വർക്ക് പ്ലേസിൽ എംപ്ലോയി ഹെൽത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. എംപ്ലോയീസ് എത്രത്തോളം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നോ അത്രത്തോളം എഫിഷ്യൻസി വർദ്ധിക്കും, ഔട്ട്പുട്ട് വർദ്ധിക്കും, ഇഫക്റ്റീവ്നെസ് വർദ്ധിക്കും, പ്രൊഡക്ടിവിറ്റി എല്ലാം തന്നെ വർദ്ധിക്കും. ഇതിന് നേരെ വിപരീതമാണ് അവർ ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ സംഭവിക്കും. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു വ്യാവസായിക ക്ഷേമത്തിലൂടെ നമുക്ക് ആ ഒരു പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാൻ പറ്റും, അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും, അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടപരിഹാരം നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ജീവനക്കാരെ ഏറ്റവും ആരോഗ്യത്തോടെ ഇരിക്കാൻ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു എന്താ പറയുക സോഷ്യൽ റെസ്പോൺസിബിൾ ആണ് എന്നുള്ളൊരു ഇമേജിലൂടെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിലൂടെ അതിന്റെ ബ്രാൻഡ് വാല്യൂ നമുക്ക് വർദ്ധിപ്പിക്കാം, അതിന്റെ ഇമേജ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇത് എംപ്ലോയീസിനെ കുറേയും കൂടെ പ്രചോദിപ്പിക്കുകയും തിരിച്ച് എംപ്ലോയീസിന് ഓർഗനൈസേഷനോടുള്ള പ്രതിജ്ഞാബദ്ധത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ജീവനക്കാരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യത്തോടെ എന്നും എപ്പോഴും നിലനിർത്താനും അങ്ങനെയൊക്കെ സഹായിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? എംപ്ലോയി ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എംപ്ലോയി സേഫ്റ്റിയെ പറ്റിയിട്ട് പറയും. എംപ്ലോയി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് പഠിച്ചില്ലേ? അതേപോലെ തന്നെ എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലും കൂടുതൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏകദേശം അതിനകത്തൊരു 10-41 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, 21 സ്റ്റാർട്ട് ചെയ്തിട്ട് 41 വരെ ഉണ്ട്. 20ഓളം സെക്ഷൻസുകൾ നമുക്ക് അതിനകത്ത്
പറയുന്നുണ്ട് കേട്ടോ. ഇത് എംപ്ലോയി സേഫ്റ്റിയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാഡം ഒരു ഡൗട്ട് ഉണ്ട്. മാഡം ഇത് സെക്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണോ? വേണ്ടത് സെക്ഷന്റെ എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഓരോ സെക്ഷനും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. ക്ലീൻലിനെസ് അല്ലെങ്കിൽ സെക്ഷൻ 18 പറയുമ്പോൾ അതിനകത്ത് സെക്ഷൻ 18 ഡ്രിങ്കിങ് വാട്ടറാണ്. ബട്ട് ഈ ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട 4 പോയിന്റ് അവിടെ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, അതായത് ഈ പറയുന്ന ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ലെജിബിൾ ആയിട്ടുള്ള പ്ലേസസുകൾ ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന എന്ന് അനുശാസിക്കുന്ന സെക്ഷൻ ഏതാണ്? ചിലപ്പോൾ നേരിട്ട് ഡ്രിങ്കിങ് വാട്ടർ എന്നാവില്ലേ ചോദിക്കാം. ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു ചോദിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഓരോ സെക്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ഇമ്പോർട്ടന്റ്. ഒബ്ജക്റ്റീവ് ആണോ തിയറി ആണോ നമ്മുടെ എക്സാം വരുന്നത്? ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് അല്ല കേട്ടോ, ഒബ്ജക്റ്റീവ് ആണ്. ലിസ്റ്റിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടാസ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ 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 മാഡം, താങ്ക് യു. വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈകിട്ട് ചെയ്യാം. താങ്ക് യു.